കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ശ്രീരച്ച, ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കാം. പരിചയമുള്ള എല്ലാ കടകളിലും പൈസ കൊടുക്കാനുണ്ട് നമ്മള്. എങ്ങനെ കൊടുക്കാന്നാ വിചാരം? അതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും വീട്ടിക്കോളാം. നീ പറയുന്നത് പോലെ രവിസാറ് പറഞ്ഞിട്ടല്ല ഞാൻ ജോലിക്ക് പോകാതിരിക്കുന്നത്. 1-2 കടകളിൽ വിളിച്ചന്വേഷിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ശരിയാവാതിരിക്കില്ല. ശരിയാക്കിയേ പറ്റൂ. ഇതാന്ന് പറയുന്നതിന് മുമ്പ് ദിവസങ്ങളും മാസങ്ങളും അങ്ങ് പോവും. മോളെ വിളിച്ച് ഇവിടെ കൊണ്ടുവന്ന് നിർത്തണം. എന്റെ കരിക്കൂത്തിയമ്മേ, ആലോചിച്ചിട്ട് എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. കയ്യിലാണെങ്കിലേ നയാ പൈസ ഇല്ല. ഇനി 3 ദിവസം കൂടി കഴിഞ്ഞാ അരിയും പലചരക്കും തീരും. പിന്നെ 2 ആൾക്കും കൂടി അങ്ങ് പട്ടിണി കിടക്കാം. ഇതിനുള്ള പോംവഴി ആ പത്രത്തിൽ എങ്ങനെ ഉണ്ടോ നോക്ക്. അമ്മേ, വരണം സാർ, വരണം. നമസ്കാരം. നമസ്കാരം സാറേ. അമ്മേ, നിങ്ങൾ വന്നിട്ട് കുറെ നേരമായോ? ഇല്ല. എന്തുപറ്റി? ഒന്നുമില്ല, ചോദിച്ചതാ. അല്ല, നിങ്ങൾ എന്താ ഇത്ര രാവിലെ? എവിടെങ്കിലും പോകുന്ന വഴിയാണോ? ഈ സമയത്തെ അധികം യാത്ര ചെയ്തുകൂടാ, അത് കേടാ കേട്ടോ. എങ്ങോട്ടും പോകുന്ന വഴിയല്ല, ഇങ്ങോട്ടായിട്ട് തന്നെ വന്നത്. ഇവിടെ ഒരാള് ഇന്നലെ രാത്രി മുതൽ സ്വൈര്യം തരുന്നില്ല. നിങ്ങൾ 2 ആളും അവിടുന്ന് ഇറങ്ങിപ്പോയി എന്നതാണ് ആ സ്വൈരക്കേണ്ട കാരണം. അപ്പൊ പിന്നെ ഞാൻ കരുതി രാവിലെ ഇദ്ദേഹത്തിനെ കൊണ്ട് ഇങ്ങോട്ട് വരാമെന്ന്. ഇപ്പൊ തനിക്ക് സമാധാനമായല്ലോ. എനിക്ക് പോയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. താനിവിടെ നിൽക്ക്. എപ്പോഴാണെന്ന് വെച്ചാൽ വിളിച്ചാൽ മതി, ഞാൻ കാർ അയക്കാം. എന്നാ ഞാൻ അറിയട്ടെ. അയ്യോ, വന്നിട്ട് ഉടനെ പോവാണോ? ഞാൻ ചായ എടുക്കാം സാർ. ഏയ്, അതൊന്നും വേണ്ട. പോയിട്ട് കുറച്ച് അത്യാവശ്യ കാര്യമുണ്ട്, അതാണ്. അമ്മേ, എന്റെ കരിക്കുത്തിയമ്മേ, നമ്മൾ പറഞ്ഞതൊക്കെ സാറും മോളും കേട്ടോ എന്തോ? കേട്ട് കാണും. അമ്മാതിരി ആയിരുന്നല്ലോ നിന്റെ ഈ പ്രസംഗം. നിങ്ങളായിട്ട് എന്നെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കുമല്ലായിരുന്നോ? നമസ്കാരം സാർ. സുഖമാണോ? സുഖമാണ്. ശരി സാർ, ശരി. എന്നാ ശരി, താൻ കൂടുതൽ നടക്കണ്ട, പോയി റെസ്റ്റ് എടുത്തോ. വിളിച്ചാ മതി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ. പിന്നെ അവര് സംസാരിച്ച കാര്യം നമ്മൾ കേട്ടുന്ന് അവരറിയണ്ട, അവർക്ക് വിഷമവും. ശരി. അല്ല, സാറെപ്പോ വന്നോ? ഇപ്പൊ വന്നേ ഉള്ളൂ. ശ്രീയോ? ഇതാ വന്നിട്ടുണ്ടല്ലോ. ശരി. ശ്രീ, ശ്രീ. ശ്രീ, കൃഷ്ണ, ഒന്ന് വന്നേ. അമ്മയാകാൻ പോകുന്ന എന്റെ കൂട്ടുകാരിക്ക് 1000 ആശംസകൾ. ഇത് പറയാൻ ഏറ്റവും നല്ല സ്ഥലം ഈ ഊഞ്ഞാലിന്റെ അടുത്താണെന്ന് തോന്നി. അതാ നിന്നെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്.
ഇവിടെ ഇപ്പോ ആരും വരാറില്ലെന്ന് തോന്നല്ലോ. ആരും അങ്ങനെ വരാറില്ല. ഞാനും ദീപുവും ഓഫീസിൽ പോവും. ദീപുവും യമുനയും പ്രമീള ചേച്ചിയോടൊപ്പം തയ്യക്കടയിൽ പോവും. പിന്നെ ആര് വരാനാ? എന്നാലും നിന്റെയും രവിസാറിന്റെയും എത്രയെത്ര നല്ല മുഹൂർത്തങ്ങൾക്കാ ഈ സ്ഥലം സാക്ഷിയായിരിക്കുന്നത്. സാറിന്റെ കാമുകിയിൽ നിന്നും ഭാര്യയായി, ഇപ്പതാ സാറിന്റെ കുഞ്ഞിനെ പ്രസവിച്ച് അമ്മയാകാനും പോകുന്നു. എല്ലാത്തിനും സാക്ഷിയായ ഈ സ്ഥലത്ത് കുറച്ചുനേരം ചെലവഴിക്കുന്നതിൽ മാഡത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഹലോ മാഡം, എന്താ ഇത്ര കാര്യമായി ആലോചിക്കുന്നേ? നീ ഇപ്പൊ പറഞ്ഞതൊക്കെ തന്നെയാ. ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കുമ്പോ മനസ്സിനെന്തോ വല്ലാത്തൊരു സന്തോഷം. ശ്രീലക്ഷ്മി എന്ന പെൺകുട്ടിയുടെ ഓരോ നല്ല നല്ല നിമിഷങ്ങൾ സമ്മാനിച്ച് ഈ ഊഞ്ഞാൽ പരിസരമൊക്കെ കുറെ നാളായിട്ട് എനിക്ക് നഷ്ടപ്പെട്ടതുപോലെ. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, എല്ലാം ദേ അതുപോലെയുണ്ട്. അടുത്ത ഓഫ് ഡേക്ക് എല്ലാവരും ചേർന്ന് ഇവിടെയൊക്കെ വൃത്തിയാക്കാനിരിക്കുക. നോക്ക് ശ്രീ, ഒരു കുഞ്ഞൊക്കെ ആവുമ്പോഴേക്കും പിന്നെ നിങ്ങളുടെ മാത്രം ലോകത്ത് നിങ്ങൾ മാത്രമാവും. ഒരു കണക്കിന് എനിക്ക് നിന്നോട് ചെറിയ അസൂയൊക്കെ ഉണ്ട് കേട്ടോ. ആഗ്രഹിച്ചതെല്ലാം കുറച്ച് വൈകിയാണെങ്കിലും നിനക്കെല്ലാം കിട്ടിയല്ലോ. ഒരു പെണ്ണിന്റെ ആഗ്രഹങ്ങളൊക്കെ നിന്റെ ജീവിതത്തിൽ നടന്നു കഴിഞ്ഞു. ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരു ഭർത്താവ്, കുടുംബം. ഇനി നീ സമാധാനത്തോടെ രവിസാറിനോടൊപ്പം ജീവിച്ചാൽ മാത്രം മതി. സമാധാനത്തോടെ ജീവിക്കാൻ എനിക്കിത് മാത്രം പോരാ കൃഷ്ണ. ഇനിയും കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട്. എന്ത്? സാറിന്റെ ആദ്യ ഭാര്യ രാജനന്ദിനിയുടെ മരണത്തിന് പിന്നിൽ ആരാണെന്നും എന്തിനായിരുന്നെന്നും എനിക്കറിയണം. അതാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്വം. അത് നീ എങ്ങനെ കണ്ടുപിടിക്കാനാ? അത് പണ്ട് നടന്നു കഴിഞ്ഞതല്ലേ. ഇനി എന്തിനാ നീ അതിന്റെ പുറകെ പോകുന്നത്? പണ്ട് നടന്നത് ആവർത്തിക്കാതിരിക്കാൻ. അല്ലെങ്കിൽ അതുപോലെ ഞാനും. നിന്റെ കൂട്ടുകാരി ശ്രീലക്ഷ്മിക്ക് വേറെ ആരും അറിയാത്ത ഒരു ജന്മ ഉദ്ദേശമുണ്ട്. പക്ഷെ കുറെ നാളായി അത് ഞാൻ പലപ്പോഴും മറന്നു പോകുന്നു. ജന്മ ഉദ്ദേശം? നീ എന്തൊക്കെയാ പറയുന്നത്? അതെ കൃഷ്ണ, ഞാൻ കണ്ടതും അനുഭവിച്ചതും ആർക്കും പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒന്നല്ല. അത് പറഞ്ഞു തരാൻ എനിക്കറിയേയില്ല. ഇന്നല്ലെങ്കിൽ ഒരു ദിവസം എല്ലാം കലങ്ങി തെളിയും. അന്ന് നിനക്കും രവിസാറിനും ഉൾപ്പെടെ എല്ലാവർക്കും എല്ലാം മനസ്സിലാവും. എന്റെ മുൻ ജന്മത്തിൽ എന്നെ കൊന്നത് ആരാണെങ്കിലും ശ്രീലക്ഷ്മി അത് കണ്ടുപിടിക്കും. രഘുവാണല്ലോ. എന്തിനാണോ എന്തോ വിളിക്കുന്നത്? നമ്മളിപ്പോ പോയ കാര്യം വല്ലതും അറിഞ്ഞിട്ടാണോ ഇനി? നീ പേടിക്കാതെ, അതൊക്കെ അവൻ എങ്ങനെ അറിയാനാ? ആദ്യം നീ ഫോൺ എടുത്ത് എന്താന്ന് ചോദിക്കേ. ഹലോ. ആ രേഖ, നിങ്ങളത് എവിടെയാ? ഞങ്ങള് വീട്ടിലേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. എന്താ രഘു? നിങ്ങൾ വരുന്ന വഴിക്ക് ചേട്ടത്തെയും കൂടെ വിളിച്ചോണ്ട് വരണം. ശ്രീലക്ഷ്മിയോ? അതിന് ശ്രീലക്ഷ്മി എവിടെ പോയി? ചേട്ടത്തിയുടെ വീട്ടിലേക്ക് പോയിരിക്കുക. വരുന്ന വഴിക്ക് പിക്ക് ചെയ്ത് പോര്. ഇനി ഇവിടുന്ന് ഒരു കാറ് അങ്ങോട്ടേക്ക് അയക്കണ്ടല്ലോ. ശരി ശരി, ഓക്കെ. ആ ശരി, ഓക്കെ. എന്താടി, എന്താ രഘു പറഞ്ഞത്? നമ്മള് പോകുന്ന വഴിക്ക് ആ ശ്രീലക്ഷ്മിയെ കൂടി അവളുടെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ട് ചെല്ലാൻ. ഇനി ആ കോളനി ചെന്ന് അവളെയും കൂട്ടിക്കൊണ്ട് പോണെന്നാണ് അവൻ പറയുന്നത്. എന്തായാലും പോകുന്ന വഴിക്കല്ലേ അമ്മ. ഓരോരോ തലവേദന.
ആ രേഖ മാഡത്തിന്റെ അമ്മ പോയോ മോളെ? ഇല്ല, അവിടെ ഉണ്ട്. ഓ, നീയേ അവരും സൂക്ഷിച്ചോളം കേട്ടോ. അവരെത്ര വെടുപ്പാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏയ്, എന്നോട് കുഴപ്പമൊന്നുമില്ല. ഉം. താഴേക്ക് കാറ് പോവില്ലമ്മേ. അപ്പൊ ഇവിടെയാണ് നേരേറ്റ് കോളനി. അമ്മ ഇവിടെ നിൽക്ക്, ഞാൻ പോയി ശ്രീലക്ഷ്മിയെ വിളിച്ചിട്ട് വരാം. അത് വേണ്ട. ഏതായാലും ഇവിടം വരെ വന്നില്ലേ, ഞാനും വരാം. ഞാനും ഒന്ന് കാണട്ടെ സുദർശന്റെ രാജ്യവും ശ്രീലക്ഷ്മിയുടെ കൊട്ടാരവും അവിടുത്തെ തമ്പുരാട്ടി സരോജത്തിനെ. എന്തായാലും വാ. അയ്യേ, ഈ സ്ഥലത്താണോ സുദർശന സരോജവും താമസിക്കുന്നത്? ഞാൻ ആദ്യം പറഞ്ഞല്ലേ അമ്മ അവിടെ നിൽക്കാൻ. എവിടെ അവരുടെ വീട്? അമ്മ വാ. മോൾക്ക് എന്തെങ്കിലും തന്നുവിടാന്ന് കരുതിയെങ്കിലും നിങ്ങൾ മുന്നറിയിപ്പൊന്നുമില്ലാതെ വന്നതുകൊണ്ട് ഞങ്ങളൊന്നും കരുതിയിട്ടില്ല. ശ്രീലക്ഷ്മി, അയ്യോ, ഇതാരാ? രേഖ മാഡോ? വരണം മാഡം, വരണം വരണം. ഇങ്ങോട്ടിരിക്കാം മാഡം. രാജലക്ഷ്മി അമ്മ ഇവിടെ ഇരിക്കേ. രഘു വിളിച്ചു പറഞ്ഞു ഞങ്ങള് വരുന്ന വഴി ശ്രീലക്ഷ്മി കൂടി പിക്ക് ചെയ്യാൻ. അതാ ഇങ്ങോട്ട് വന്നത്. സരോജം, നീ ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. വേണ്ട സരോജം, ഇത്തരം സ്ഥലങ്ങളിൽ നിന്ന് ഞാനൊന്നും വാങ്ങി കഴിക്കാറില്ല. അയ്യോ, അത് നിങ്ങളെ കുറച്ച് കാണുന്നോണ്ടൊന്നും അല്ല കേട്ടോ. ഞാൻ എന്റെ ഒരു ശീലം പറഞ്ഞതേ ഉള്ളൂ. എന്നാ വേണ്ട, രാജലക്ഷ്മി അമ്മയുടെ ശീലങ്ങളൊന്നും മാറ്റണ്ട. ഇങ്ങനെ ശീലക്കേടുള്ളവരെ കാണുമ്പോ എന്റെ ശീലങ്ങൾ ഞാൻ മാറ്റില്ല. എന്തൊരു പൊരുത്തല്ലേ? സത്യം പറഞ്ഞ രഘു ശ്രീലക്ഷ്മിയെ കൂട്ടാൻ പറഞ്ഞതുകൊണ്ട് മാത്ര ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് വന്നത് തന്നെ. പിന്നെ ശ്രീലക്ഷ്മിയുടെ വീട് ഒന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി. നമ്മള് ബന്ധുക്കളാണല്ലോ. നിങ്ങളുടെ ഈ വീടൊക്കെ കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് പഴയൊരു പദപ്രയോഗ. കേട്ടിട്ടില്ലേ? കുടിലിൽ നിന്നും കൊട്ടാരത്തിലേക്കെന്ന്. കുടിയിലായാലും കൊട്ടാരായാലും മനസമാധാനമാണ് വലുതെന്ന് ചിന്തിക്കുന്നവരാ ഞങ്ങളൊക്കെ. പിന്നെ ഞങ്ങൾക്കുള്ള സമാധാനം എന്താന്ന് വെച്ചാലേ, ഞങ്ങൾ ഈ കോളനി താമസിക്കുന്നോണ്ട് ഇതിന്റെ ഷെയറും ചോദിച്ചേ ഒരാള് ഇവിടെ വന്ന് താമസിക്കില്ല എന്നുള്ളതാ. എന്നാലും നിങ്ങൾ ഇവിടെയൊക്കെ എങ്ങനെ താമസിക്കുന്നു? ദേ, വന്നിട്ട് ഇത്രയും നേരമായുള്ളൂ. ഓ, ഞാനങ്ങ് വേർത്ത് കുളിച്ചു. ഓ, അല്ലെങ്കിൽ തന്നെ നിങ്ങൾ എന്തിനാ ഇനി ഇവിടെ താമസിക്കുന്നേ? വർമ്മൻ കുടുംബത്തിലെ എത്ര വീടുകളും ഗസ്റ്റ് ഹൗസും ഒഴിഞ്ഞു കിടക്കുന്നത്. അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എടുത്തുകൂടെ? എന്റെ പൊന്ന് രാജലക്ഷ്മിയമ്മേ, 23 വർഷത്തോളം ഞങ്ങൾ ഇവിടെ താമസിക്കുന്നു. കല്യാണം കഴിയുന്നവരെ എന്റെ മോളും ഈ വീട്ടിൽ തന്നെയായിരുന്നു.
എനിക്കും ശ്രീയുടച്ഛനും വലിയ വീടുകളിൽ പോയി നിന്നാലേ സമാധാനം കിട്ടില്ല എന്നുള്ളതാണ് സത്യമായ കാര്യം. നമ്മളൊരു വീട്ടിലേക്ക് ഒരു പെങ്കൊച്ചിനെ കെട്ടിച്ചയച്ചു കൊടുത്തിട്ടേ അവിടെ പോയി താമസിക്കുന്നതും അവരുടെ സ്വത്തിലൊരു വീതം നമുക്ക് തരണമെന്ന് പറയുന്നതേ ആത്മാഭിമാനമുള്ള ആർക്കെങ്കിലും ചേർന്നതാണോ? അല്ല, രാജലക്ഷ്മി അമ്മ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. സരോജം, അയ്യോ, ഞാൻ രാജലക്ഷ്മി അമ്മയെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല കേട്ടോ. ഞാനത് വേറൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. നിങ്ങൾ ഇതുപോലൊരു വീട്ടിൽ കഴിയുന്നത് രവിക്ക് നാണക്കേടാണെന്ന് പറയായിരുന്നു. എന്റെ മോള് ഈ വീട്ടിലാ വളർന്നെന്ന് അറിഞ്ഞിട്ട് തന്നെയാ രവി സാറ് എന്റെ മോളെ കല്യാണം കഴിച്ചത്. അതൊരു ബുദ്ധിമുട്ടായി സാറ് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിനില്ലാത്ത ബുദ്ധിമുട്ട് വേറെ ആർക്ക് തോന്നിയാലും ഞങ്ങൾക്കൊന്നുമില്ല. അല്ല, രാജലക്ഷ്മി അമ്മ മടങ്ങി പോകുന്ന കാര്യം തീരുമാനിച്ചില്ലേ? പെട്ടെന്ന് പോയിട്ട് എന്തൊക്കെയോ അത്യാവശ്യമുണ്ടെന്ന് പറയുന്ന കേട്ടല്ലോ. മോൾക്ക് വിശേഷമൊക്കെ ആയില്ലേ? ഓ, പറയുന്നത് പോലെ ശരിയാണല്ലോ. എന്തായാലും ഭാഗ്യമുള്ള അമ്മയാ രാജലക്ഷ്മി അമ്മ. രേഖാമാടത്തിന്റെ അടുത്ത് രാജലക്ഷ്മി അമ്മ വന്നപ്പോ തന്നെ ആ വിശേഷം ഉടനെ തന്നെ ഉണ്ടായി. അതിശയം തന്നെ. അല്ല, ഞാൻ അന്നേ ചോദിക്കണമെന്ന് കരുതിയായിരുന്നു. ഇങ്ങനൊരു വലിയ വിശേഷം ഉണ്ടായിട്ടും രേഖാമാടത്തിന് അതിന്റെ സന്തോഷമൊന്നും കാണുന്നില്ലല്ലോ. അതെന്താ? അവൾക്ക് നല്ല സുഖമില്ല സരോജം. ഞങ്ങൾ ഇപ്പോഴും ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വഴിയാ. അല്ല, ഞാനൊരു സംശയം ചോദിച്ചു എന്നേ ഉള്ളൂ. ഗർഭിണികളെ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം, എന്റെ ശ്രീമോളെ പോലെ. അല്ലെങ്കിലേ അന്ന് ശ്രീടച്ചന് തോന്നിയതുപോലെ പലർക്ക് സംശയം തോന്നും. അമ്മേ, ഇനി സംസാരിച്ച സമയം കളയണ്ട. മാഡം, എന്നാ പിന്നെ നമുക്ക് ഇറങ്ങാം. അതെ അതെ, ഇപ്പൊ തന്നെ നേരം വൈകി. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ സരോജ? ഓ, ആയിക്കോട്ടെ. ഇനി കാണുമ്പോ ബാക്കി സംസാരിക്കാം. കൊറേ സംസാരിക്കാനുണ്ടേ. രാജലക്ഷ്മി അമ്മയെ കണ്ടാലേ ആർക്കായാലും 4 വർത്താനം പറയാൻ തോന്നും. ആയിക്കോട്ടെ, വാ മോളെ. അമ്മ, വന്നിട്ട് കുറച്ചു നേരമല്ലേ ആയുള്ളൂ. ഒന്ന് കണ്ണു നിറയെ പോലും കണ്ടു മതിയായില്ല. ഓട്ടെ അമ്മ. അച്ഛാ, ശരി. ഇങ്ങോട്ട് വന്ന് കേറിയില്ല, അതിനു മുന്നേ വിളിക്കാൻ വന്നു. നമ്മുടെ വീടിനെ കുറിച്ചും കോളനിയെ കുറിച്ചും അവര് പറഞ്ഞത് കേട്ടില്ലേ? അതുകൊണ്ട് മാത്രമാണോ നീ ഇത്രയും പ്രസംഗിച്ചത്? എടി, എനിക്ക് നിന്നെ അറിഞ്ഞൂടെ? അന്നൊന്നും പറയാൻ പറ്റാത്ത ദേഷ്യം കൂടി നീ ഇപ്പൊ അങ്ങ് തീർത്തല്ലേ, പലിശ അടക്കം. സത്യം. അന്ന് നിങ്ങൾ എന്നെ വിലക്കിയത് കാരണം ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റിയില്ല. ഇന്നാണ് കൈവാക്കിന് കിട്ടിയത്. ഓ, എന്തൊരാശ്വാസം. ഞാൻ ചിന്തിക്കുന്നത് വേറൊന്ന്. എന്ത്? രേഖാ മാഡത്തിന്റെ ഗർഭത്തിന്റെ കാര്യം പറഞ്ഞപ്പോ രണ്ടുപേരൊന്ന് ഞെട്ടിയത് നീ ശ്രദ്ധിച്ചോ? ഞാനൊന്നും ശ്രദ്ധിച്ചില്ല. അതെ, നിങ്ങൾ ഇനി അതേ പിടിച്ച് തൂങ്ങണ്ട. ഞാൻ പറഞ്ഞ കൂട്ടത്തില് ഒരു ഓളത്തിന് അതും കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ.
ഒരു കട്ടൻ ചായയും കൂടെ എടുക്കട്ടെ? ആ പോരട്ടെ. പത്തരം